പളനിവേൽ രാജയുടെ കൃഷിപ്പാടം പോലെ നശിച്ച നിലയിലാണ് തമിഴ്നാട്ടിലെ മിക്ക തക്കാളിപ്പാടങ്ങളും. കഴിഞ്ഞ വർഷങ്ങളിൽ തക്കാളിക്ക് കിലോ 1-2 രൂപയായിരുന്നു വില. ഇതോടെ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇത്തവണയും തക്കാളി കൃഷി നടത്തിയവരാകട്ടെ വിളവെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും. தக்காளி தண்ணி பாய்ச்சி உரம் போட்டு எல்லாம் பார்த்தா காய் பிடிக்கல, வருமானம் வரல. தக்காளிக்கு வெயில் காற்று இந்த 2 நாளாக காய்க்கல. 60 മുതൽ 80 രൂപ വരെയാണ് തമിഴ്നാട്ടിലും തക്കാളിക്ക് വില. ചെന്നൈയിൽ 120-ന് മുകളിൽ. പച്ചക്കറിയുടെ കാര്യത്തിൽ സമൃദ്ധമായിരുന്ന തമിഴ്നാടിനും ഇത്തവണ ക്ഷീണമാണ്. ஒரு பழம் ஒரு பழம் 50 கிராம் பழம் 5 ரூபாய்க்கு வாங்க வேண்டியது இருக்குது. ரசத்துக்கு கூட போட முடியல, அந்த விலை தான் இங்கே விற்கிது. ஒரு கிலோ வாங்கினோம்னா 80 ரூபாயிலிருந்து 100 ரூபாய்க்கு மேலே போயிட்டுருக்கு. ഓണക്കാലம்னா മഴ പെഞ്ചാൽ தான், മഴ പെഞ്ചാൽ ഏതോ വില കുറയും. തക്കാളിക്ക് പുറമെ ചോളം, വെളുത്തുള്ളി, വഴുതന, വെണ്ട, ബീൻസ് തുടങ്ങിയ കൃഷികളും നശിച്ചു. തമിഴ്നാട്ടിലെ കർഷകരെ ആശ്രയിച്ച് ഊണിന് കൈകഴുകുന്ന മലയാളിക്ക് ഈ വിലക്കയറ്റവും പാഠമാകാനിടയില്ല. വീട്ടാവശ്യത്തിന് പോലും കർഷകന് തക്കാളി ലഭിക്കാത്ത തമിഴ്നാട്ടിലെ ഒരു കൃഷിപ്പാടമാണിത്. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വരുന്ന ഓണക്കാലത്ത് മലയാളികളുടെ കൈ പൊള്ളുക തന്നെ ചെയ്യും. തമിഴ്നാട്ടിലെ കാമാക്ഷിപുരത്തു നിന്നും ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.